ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ അമ്മ വീട്ടിലാണേ. നമ്മുടെ വീടുമായിട്ട് അത്യാവശ്യം വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ വീട് ഒരു മലമുകളിലായിട്ടാണേ. അങ്ങനെ ആ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ രണ്ട് ഇടത്തെയും വഴിയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ, രണ്ട് സൈഡിലും ഏലമൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നങ്ങോട്ടേക്ക് കുറേ നാളായി കയറിപ്പോയി. ഇന്നങ്ങോട്ടേക്ക് കയറിപ്പോകാനായിട്ട് കാരണം അമ്മയുടെ അനിയത്തിയും മോളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതായത് എൻ്റെ കുഞ്ഞമ്മയും എൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറിപ്പോകാമെന്ന് ഓർത്തത്. അങ്ങനെ ഞാൻ മിണ്ടാതെ വീഡിയോ എടുത്താണ് അങ്ങോട്ട് ചെന്നത്. ഞാൻ അവരെ വിളിച്ചൊന്നുമില്ല, അങ്ങനെ മിണ്ടാതെ വീഡിയോ എടുത്തുകൊണ്ട് ചെന്നപ്പോൾ കുഞ്ഞമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വലിയച്ഛൻ പെരയുടെ പുറത്ത് ഷീറ്റ് ശരിയാക്കുമോ എന്തോ പണിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് കുഞ്ഞമ്മയെ വിളിച്ചപ്പോൾ കുഞ്ഞമ്മ തിരിഞ്ഞു നോക്കിയതാണ്. ഞാൻ ചെന്നത് കുഞ്ഞമ്മ അറിഞ്ഞില്ലായിരുന്നു. ഇതാണ് മാലിമുളക്. നിങ്ങളാരെങ്കിലും ഈ മുളക് കണ്ടിട്ടുണ്ടോ? നല്ല രസമില്ലേ കാണാൻ. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേരയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ ചുമ്മാ വീടിൻ്റെ മണ്ടയിലേക്ക് കയറി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് പോയി. അപ്പോൾ വലിയച്ഛൻ ഷീറ്റ് ശരിയാക്കുക. വലിയച്ഛന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയച്ഛൻ ഇങ്ങനെ പെരയുടെ പുറത്തൊക്കെ കയറുക. വലിയച്ഛൻ ഇങ്ങനെ പെരയുടെ പുറത്തൊക്കെ കയറി പണിയൊക്കെ ചെയ്യാനും എല്ലാ പണിയും ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മൾ പണി ചെയ്യരുതെന്ന് പറഞ്ഞാലാണ് വലിയച്ഛന് ദേഷ്യം. വലിയച്ഛന് ഇങ്ങനെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വലിയച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് അതേ താഴെ കണ്ടോ, നമ്മുടെ ജിമ്മിക്കുട്ടനും ജാക്കിക്കുട്ടനും ഒക്കെ ഉണ്ട്. പിന്നെ കൊച്ചച്ഛനൊക്കെ താഴെ നിൽപ്പുണ്ടായിരുന്നു. കണ്ടോ, അവിടെ തീ കത്തിക്കുമായിരുന്നു എന്തോ സാധനമൊക്കെ കൂട്ടിയിട്ട്. സാധനം മീൻസ് കരികല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണേ. അങ്ങനെ ഞാൻ നിന്നപ്പോഴാണ് എന്നാൽ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ കയറി വന്നത്. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അതേ ചെണ്ടുമല്ലി നിൽക്കുന്നു. എന്നാൽ പിന്നെ ചെണ്ടുമല്ലിയുടെ വീഡിയോ എടുത്തേക്കാന്ന് ഞാൻ ഓർത്തു. നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ. അപ്പോൾ എനിക്ക് മറ്റേ ചെണ്ടുമല്ലിക പൂ കണ്ട ആ പാട്ട് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ചുമ്മാ യൂട്യൂബിലൊക്കെ ഇടാമല്ലോ എന്ന് ഓർത്ത് അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്ക് അതേ ഒരു ഓറഞ്ച് നിൽക്കുന്നു. അതായത് നമ്മുടെ പറമ്പിൽ എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്കൊരു ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ ഇത് കാണുന്നതാണ്. പക്ഷേ ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല. അങ്ങനെ ആദ്യമായി കായ്ച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അതേ നമ്മുടെ ഒരു ഏത്തവാഴ ഒടിഞ്ഞു കിടക്കുന്നു. പിന്നെ താഴേക്ക് നോക്കിയപ്പോൾ അടുത്ത ഏത്തവാഴ ഒടിഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഏത്തവാഴയിലേക്ക് നോക്കി നിന്നിട്ട് തിരിച്ച് നമ്മൾ വന്നപ്പം അവിടെ എൽസ അവിടെ കിടപ്പുണ്ടായിരുന്നേ. എൽസയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നീട് നമ്മൾ കുറച്ച് പൂക്കളുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. തിരിച്ച് വന്നപ്പോൾ കുഞ്ഞമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജാക്കി ഇവരൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പൂക്കളുടെ വീഡിയോ ഒക്കെ എടുത്താൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ പൂക്കളുടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കാമെന്ന് ഓർത്തു. ഇതാണ് നന്ദിയാർ വട്ടമേ. ഇത് കണ്ണിന് അസുഖത്തിനൊക്കെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? കണ്ണിൽ എന്തോ കണ്ണ് ചുമന്ന് കിടക്കുമ്പോഴൊക്കെ ഇത് നീരൊഴിച്ചാൽ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എത്രമാത്രം സയൻറ്റിഫിക്കായിട്ട് ഇതുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. നല്ല രസമില്ലേ പൂ കാണാൻ, നല്ല വൈറ്റ് ഫ്ലവർ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതായത് ഈ പൂക്കളൊക്കെ ഇവിടെ നട്ട് വെച്ചത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. അതായത് മുത്തശ്ശി മരിച്ചുപോയി. പക്ഷേ മുത്തശ്ശിക്ക് ഈ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇവിടുന്ന് പൂച്ചെടി കിട്ടിയാലും കൊണ്ടുവന്ന് നട്ടു വെക്കും. അമ്മയുടെ അമ്മയ്ക്ക് പൂവൊക്കെ ഭയങ്കര ക്രേസായിരുന്നു, ഫ്ലവേഴ്സൊക്കെ. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് തളർന്ന് വീട്ടിൽ വന്നപ്പോഴേക്ക് പിന്നെ ചപ്പാത്തിയും ചിക്കനും കഴിച്ചേ. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങി. അപ്പം ഞാൻ ചെന്നപ്പോൾ കുഞ്ഞമ്മമാരും വലിയച്ഛനും ഒക്കെ പറമ്പിൽ പണിയുന്നുണ്ടായിരുന്നു. അമ്മയും പണിയുന്നുണ്ടായിരുന്നു അവിടെ പറമ്പിൽ. അങ്ങനെ ഇവരെന്തോ കായെടുക്കുകയോ കുറച്ച് കായെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അങ്ങനെ പണിയുകയോ കായെടുക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ പറമ്പിൽ ഇത്തവണ നമ്മൾ അധികം പണിയൊന്നും ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കായൊക്കെ കുറവ്. എന്നിട്ട് ഇവർ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ എടുത്ത് നടന്നു. വലിയച്ഛനാണെങ്കിൽ അവരെ എന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. വലിയച്ഛന് പറമ്പിലൊക്കെ പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വലിയച്ഛന് നമ്മൾ അടങ്ങിയിരിക്കാൻ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഏലക്കൊക്കെ അടിച്ചു നോക്കുന്നു. ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ വലിയച്ഛനത് അവിടെ കവാത്തെടുക്കണുണ്ടായിരുന്നു ഏലത്തിന്. അപ്പോൾ എൻ്റെ അനിയത്തി അമ്മയുടെ അനിയത്തിയുടെ മോൾ അവളവിടെ ഇരുന്ന് ഫോണിൽ കുത്തി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു.
പിന്നെ കുഞ്ഞമ്മമാരെല്ലാം പറമ്പിൽ പണിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.